സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറിവ് മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇന്ന് തുറക്കുന്നില്ല. പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ തുറക്കൂ എന്നാണ് വിവരം. സമരം ശക്തമായി തുടരുമെന്നാണ് സമരസമിതി പറയുന്നത്. സമരസമിതി തീർച്ചയായിട്ടും സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം സർവകക്ഷി മീറ്റിംഗിൽ ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഉപസമിതി തീരുമാനിച്ചിട്ട് ഈ സമരം ഉപസമിതിയുടെ തീരുമാനപ്രകാരം മാത്രമേ ഫാക്ടറി തുറക്കുള്ളൂ എന്ന് പറയുന്നു. പിറ്റേന്ന് തന്നെ ഒരു സ്റ്റേഷൻ പിറ്റേന്നുള്ള അവരൊരു തട്ടിക്കൂട്ട് സ്ഥാപനം കൂടി ഫാക്ടറിക്ക് പെർമിഷൻ കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ജില്ലയിലുടനീളം സമരസഹായ സമിതി രൂപീകരിക്കുകയും ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾ സമരസഹായ സമിതി രൂപീകരിച്ച് ആ ഗ്രാമവാസികളുടെ നേതൃത്വത്തിൽ ഈ ഫ്രഷ് കട്ടിലേക്ക് വരുന്ന മാലിന്യം തടയാനുള്ള ഞങ്ങളുടെ തീരുമാനം. ഈ കട്ടിപ്പാറയിൽ ഇപ്പോൾ സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ വിവരങ്ങളുമായി ചേർന്നു. സമീർ, വിശദാംശങ്ങൾ. SKN ഈ മാസം 21-നാണ് ഫ്രഷ് കട്ടിൽ വലിയ സംഘർഷമുണ്ടായത്. വാഹനങ്ങൾ തീയിടുന്നു, അതുപോലെ തന്നെ അതിന്റെ ഓഫീസിനുൾപ്പെടെ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം തുടർന്ന ദിവസങ്ങളും ഉണ്ടായി. പിന്നീടാണ് പോലീസിന്റെ നടപടികൾ ആരംഭിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസവും നീണ്ടുനിന്ന ചർച്ചകളായിരുന്നു. സർവകക്ഷി യോഗവും മാത്രമല്ല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയുടെ യോഗവും ചെയ്തിരുന്നു. ആ യോഗങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇന്ന് മുതൽ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. എന്നാൽ ഈ സാഹചര്യത്തിൽ തുറന്ന് പ്രവർത്തിക്കാനാകില്ല എന്നാണ് അതിന്റെ മാനേജ്മെന്റ് അറിയിക്കുന്നത്. വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡയറക്ടർ ബോർഡ് യോഗം 11 മണിയോടുകൂടി ചേരും. അതിനുശേഷം അനുകൂലമാകുന്ന ഒരു തീരുമാനമുണ്ട് എങ്കിൽ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിരിക്കും തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരസമിതി വീണ്ടും സമരവുമായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. പോലീസിന്റെ മതിയായ സുരക്ഷ ഇല്ല എങ്കിൽ വീണ്ടും ഇവിടെ സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അത് തുറന്ന് പ്രവർത്തിക്കുക അസാധ്യമാണ് എന്നാണ് അതിന്റെ മാനേജ്മെന്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ഉപാധികളോട് കൂടിയാണ് ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നത്. അതായത് ഇവിടെ എത്തുന്ന മാലിന്യം 25 ടണ്ണാണ് ഓരോ ദിവസവും സംസ്കരിച്ചിരുന്നത്. അത് 20 ടണ്ണായി കുറച്ചിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ശേഷിക്കുന്ന 5 ടണ്ണ് അത് എങ്ങനെ സംസ്കരിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നു. മാത്രമല്ല ആ കട ഉടമകളുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലൊരു തീരുമാനം എത്തേണ്ടതുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരുടെ തീരുമാനം വഹിക്കുന്നത്. എന്തായാലും ഇന്ന് തുറക്കാനാകില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അതിന്റെ മാനേജ്മെന്റ് അറിയിക്കുന്നത്. SKN സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്ലാന്റ് ഇന്ന് തുറക്കത്തില്ല എന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.